പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഒക്ടോബർ മാസം 4-ാം തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചല്ലോ. അതിനായിട്ട് നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഇന്നലത്തെ മീറ്റിങ്ങുകളെല്ലാം അനുഗ്രഹമാക്കി നമ്മുടെ സഭായോഗത്തെ ഏറ്റവും ശ്രേഷ്ഠമാക്കി തീർത്ത് നമ്മുടെ പിതാവിന് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ച കൃപകൾക്കായിട്ട് കരങ്ങളെ ഉയർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞാണ്ട് കർത്താവെ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് ഈ പ്രഭാതത്തിൽ നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് കരങ്ങൾ ഉയർത്തി സ്തോത്രം പറ. സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഒരിക്കലൂടെ പറഞ്ഞ്, യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ആമേൻ. നമ്മുടെ കർത്താവ് വിശ്വസ്തനും മാറാത്തവനും മതിയായവനുമാകിയാൽ സ്തോത്രം. അവൻ അത്ഭുതങ്ങളെ ചെയ്യുവാൻ മതിയായ ദൈവമാകിയാൽ സ്തോത്രം. ഏതവസ്ഥയ്ക്കും ഭേദം വരുത്തുവാൻ കഴിയുന്ന കർത്താവാകിയാൽ സ്തോത്രം. അവിടെ 103-ാം സങ്കീർത്തനം പറയുന്നത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കായിട്ടും ഈ ശനിയാഴ്ച പ്രഭാതത്തിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഉയർത്തി കർത്താവിനോട് നന്ദി പറഞ്ഞിട്ട്, കർത്താവെ അങ്ങനെ നടത്തുന്ന വിധങ്ങൾക്കായിട്ട് സ്തോത്രം, അങ്ങനെ സൂക്ഷിക്കുന്ന വിധങ്ങൾക്കായിട്ട് സ്തോത്രം, എൻ്റെ ആവശ്യങ്ങളിലെല്ലാം അങ്ങ് കൂട്ടായിട്ടിരുന്ന് എന്നെ ജയത്തോടെ നടത്തുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. യഹോവ ഈരയായി, യഹോവ റാഫയായി എൻ്റെ കൂടെ ഇരുന്ന് എന്നെ അത്ഭുതമായി നടത്തുന്ന അങ്ങയുടെ വൻ കൃപകൾക്കായിട്ട് സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചാലോ? എല്ലാവരും ഒരുങ്ങിയായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്ത് വരുന്നു. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും. ഓരോരുത്തരെയും വ്യക്തിപരമായി യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെ ആവശ്യങ്ങളിലും അങ്ങയുടെ കൃപ ഇന്നത്തെ പകൽക്കാലം അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കണം. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ടല്ലോ, കർത്താവിൻ്റെ കരം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വെച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. അവൻ ജന്മനാ ഉള്ള വൈകല്യങ്ങൾ അവൻ ഇപ്പോൾ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് ഏതവസ്ഥയ്ക്കും മാറ്റം കൊടുക്കാൻ കഴിയാവുന്നു. അങ്ങയുടെ വചനം പറഞ്ഞു, അങ്ങ് സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. അപ്പോൾ ജന്മനാ ഉണ്ടായ വൈകല്യങ്ങൾ, ജനിച്ചപ്പം മുതലുള്ള ചില വൈകല്യങ്ങൾ, ഹല്ലേലൂയ, ഇന്ന് പ്രഭാതം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ കുഞ്ഞുങ്ങൾ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. അവർ പ്രായമായാൽ പോലും അങ്ങേക്കൊന്നും അസാധ്യമല്ല. ഇന്ന് പ്രഭാതത്തിൽ കർത്താവെ, ജന്മനാ ഉണ്ടായ വൈകല്യങ്ങൾ, ജന്മവൈകല്യങ്ങൾ, ആമേൻ ആമേൻ, പലവിധത്തിലുള്ള രോഗങ്ങൾ മുഖാന്തരം മാനസികാവസ്ഥകൾ മാറിപ്പോയത്, ആമേൻ, വൈകല്യങ്ങൾ വന്നത്, കേൾവിക്കുറവ് വന്നത്, കാഴ്ചക്കുറവ് വന്നത്, സംസാരശേഷി നഷ്ടപ്പെട്ടത്, ആമേൻ, കൈകാലുകളുടെ ചലനം നഷ്ടപ്പെട്ടത്, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ നസറേനായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അത്ഭുതമന്ത്രിയായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ ആമേൻ വിടുതലുകൾ ഇപ്പോൾ സംഭവിക്കട്ടെ. ആമേൻ, ഇതുവരെ ഭൂമിയിൽ കണ്ടിട്ടില്ലാത്ത ചില അത്ഭുതങ്ങൾ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ ആ ഭവനങ്ങൾക്കകത്ത് സംഭവിക്കട്ടെ. ആമേൻ, ഭൂമിയിലെങ്ങും ഒരു ജാതിയിലും സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ കുഞ്ഞുങ്ങളുടെ മേൽ ആ ഭവനങ്ങൾക്കകത്ത് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ആമേൻ, കേൾവിയില്ലാത്തവർക്ക് കേൾവി വരട്ടെ. ആമേൻ, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച മടങ്ങി വരട്ടെ. സംസാരശേഷി നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾക്ക് സംസാരശേഷി മടങ്ങി വരട്ടെ. ചലനശേഷി നഷ്ടപ്പെട്ട അവയവങ്ങൾ ചലിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവിക അത്ഭുതങ്ങൾ കാണുവാൻ കർത്താവ് ഇന്ന് പ്രഭാതി സഹായിക്കുന്നതിന് സ്തോത്രം. ഞങ്ങൾ പ്രാർത്ഥിക്കുക, അങ്ങ് അത്ഭുതം ചെയ്തതിന് സ്തോത്രം 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 സ്തോത്രം. അതുപോലെ കർത്താവേ, എല്ലാ സാമ്പത്തികമായ പ്രതിസന്ധികളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അപ്പോൾ അങ്ങയുടെ പ്രവർത്തിക്കായിട്ട് സ്തോത്രം. ലോകത്തെമ്പാടും അങ്ങയുടെ വേലയിലായിരിക്കുന്ന ആമേൻ അഭിഷക്ത ദാസീദാസന്മാരെ അവരുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കുന്നു. നാളെ ലോകമെമ്പാടും നടക്കുവാനുള്ള സഭായോഗങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നമ്മളുടെ 16ാമത്തെ കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് തിങ്കൾ ചൊവ്വ ബുധൻ 3 ദിവസങ്ങളിൽ നടക്കുവാനുള്ള കൺവെൻഷനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു.
വലിയ മഹത്വം വെളിപ്പെടണമേ, വലിയ ഉണർവുണ്ടാകണമേ, അസാധാരണ ആത്മപകർച്ച ഉണ്ടാകണമേ. അങ്ങനെ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ അങ്ങ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് പകരട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആമേൻ. കഴിയുമെങ്കിൽ ഈ 3 ദിവസങ്ങൾക്ക് വേണ്ടി നമ്മുടെ പ്രത്യേകമായിട്ട് തിങ്കളാഴ്ച ആരംഭിക്കുന്ന നമ്മുടെ കൺവെൻഷന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ദിവസവും ആമേൻ അല്പസമയം ആമേൻ തിങ്കൾ ചൊവ്വ ബുധൻ 3 ദിവസത്തെ നമ്മുടെ ഈ വർഷത്തെ കൺവെൻഷന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥനയാണ് ആമേൻ വരുന്ന അഭിഷക്തൻ്റെ മേലുള്ള അഭിഷേകത്തെ ജ്വലിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ ആഗ്രഹത്തോടു കൂടിയുള്ള പ്രാർത്ഥന നമ്മുടെ സഭയ്ക്കും നമുക്കും എല്ലാവർക്കും വലിയ അനുഗ്രഹത്തിന് കാരണമാകും. അതുകൊണ്ട് നിശ്ചയമായിട്ടും നിങ്ങൾ ഈ 3 ദിവസത്തെ കൺവെൻഷന് വേണ്ടി ഇന്ന് നാളെ ഈ 2 ദിവസമുള്ളൂ നമുക്ക് പ്രാർത്ഥിക്കാൻ. ശക്തമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സദൃശ്യവാക്യം 22-ന്റെ 29-ാമത്തെ വാക്യം. ഈ മാസത്തിൻ്റെ പ്രത്യേകത എന്താ? ദ മന്ത് ഓഫ് അവൈക്കനിങ്. പ്രവൃത്തിയിൽ സാമർഥ്യമുള്ള പുരുഷനെ നീ കാണുന്നുവോ, അവൻ രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കും, നീചന്മാരുടെ മുമ്പിൽ നിൽക്കുകയില്ല. ആമേൻ. അപ്പം ഇവിടെ പറയുന്നു സാമർഥ്യം അല്ലെങ്കിൽ ഉത്സാഹം വേണം. അതാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഇന്ന് സാമർഥ്യത്തോടെ ഉത്സാഹത്തോടെ ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും നമുക്കൊരു ഉന്മേഷത്തോടെ ആമേൻ ആ ഉത്സാഹമുള്ള ഒരു ഹൃദയത്തോടുകൂടെ നമ്മൾ, അതായത് ഒരു അവൈക്കനിങ്, ഒരു ഉണർവോടുകൂടെ ചെയ്താൽ എല്ലായിടത്തും നമുക്ക് അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയും. ആമേൻ. അപ്പം ഈ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ഇന്നലെയൊക്കെ നമ്മൾ പല കാര്യങ്ങളിൽ നമ്മുടെ അവൈക്കനിങ്ങിനെ കുറിച്ച് പറഞ്ഞു, നമ്മുടെ ഡെസ്റ്റിനി ഹെൽപ്പേഴ്സിന് വേണ്ടി പ്രാർത്ഥിച്ചു, റൈറ്റ് ടൈം റൈറ്റ് പ്ലേസിൽ എത്തിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് കർത്താവ് നമ്മളെ ഓർപ്പിക്കുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഉത്സാഹികളായിരിക്കണം. അപ്പോഴാണ് നമ്മളെ ദൈവം അടുത്ത ലെവലുകളിലേക്ക് ഉയർത്തുന്നത്. ആമേൻ. ഹല്ലേലൂയ. ക്വിക്ക്, സ്കിൽഫുൾ, പ്രോംപ്റ്റ് ആൻഡ് എക്സലൻ്റ് എന്നാണ് ഇതിൻ്റെ ഈ ഇംഗ്ലീഷിൽ പറഞ്ഞ ഇതിൻ്റെ ഹീബ്രു പദം മീനിങ് പറയുന്നത്. ക്വിക്കായിട്ട് ചെയ്യുന്നവർ, സ്കിൽഫുള്ളായിട്ട് ചെയ്യുന്നവർ, പ്രോംപ്റ്റായിട്ട് ചെയ്യുന്നവർ, എക്സലൻ്റായിട്ട് ചെയ്യുന്നവർ, അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതായത് ഈ പദത്തിൻ്റെ ഹീബ്രു മീനിങ് എന്ന് പറയുന്നത് അതാണ്. അതായത് ക്വിക്കായിരിക്കണം, വേഗത്തിൽ ചെയ്യുന്നവരായിരിക്കണം, വേഗതയുള്ളവരായിരിക്കണം, കഴിവുള്ളവരായിരിക്കണം, മികച്ചതായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കണം. അത് നമ്മുടെ ഹൃദയത്തിൽ നമുക്കൊരാഗ്രഹം വേണം. നമ്മളെ ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ അത് ഭംഗിയായിട്ട്, വേഗത്തിൽ, ഉത്സാഹത്തോടെ, വലിയ താല്പര്യത്തോടുകൂടെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത്. അവിടെയാണ് കമ്പനികളിലും സ്ഥാപനങ്ങളിലും ഒക്കെ നിങ്ങൾ ഉയർച്ച പ്രാപിക്കുവാനുള്ളൊരു വഴിയാണ്. എന്താണ്? നമ്മൾ ഉത്സാഹത്തോടെ ചെയ്യുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ഈ മാസത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാത്തിനകത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഉണർവുണ്ടാകണം. അതിന് നമ്മളൊന്ന് ഉണർന്നെങ്കിൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. നമ്മൾ ഉണരുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നമ്മളൊരു കാര്യം ഏൽപ്പിച്ചു, അത് നമ്മളെങ്ങനെ ചെയ്യണം? വിശ്വസ്തയോടെ ചെയ്യണം, ക്വിക്കായിട്ട്, വേഗത്തിൽ. ഒരു കാര്യം ജാഗ്രതയോടെ, നമ്മൾ സൂക്ഷ്മതയുള്ള കാര്യങ്ങൾ അതിനകത്ത് എങ്ങനെ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാം എന്ന് നമ്മൾ ചിന്തിച്ച് അതിനകത്ത് ഈ കഠിനാധ്വാനമല്ല, അതിനകത്ത് മികവും ജ്ഞാനവും സ്ഥിരതയും ഓടും പ്രവർത്തിക്കാം. മികവോടെ പ്രവർത്തിക്കണം, ജ്ഞാനത്തോടുകൂടെ പ്രവർത്തിക്കണം, സ്ഥിരതയോടുകൂടെ പ്രവർത്തിക്കണം. ഇപ്പം ഭയങ്കര കഠിനാധ്വാനമായിരിക്കും, അങ്ങ് ഭയങ്കരമായിട്ട്. അതല്ല കർത്താവോട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് നമ്മുടെ ദൈവിക ജ്ഞാനം ഉപയോഗിച്ച് മികവ് പുലർത്തി ആ ഒരു കാര്യത്തിൽ സ്ഥിരതയുണ്ടാകണം. ഇന്നൊരു ദിവസം മാത്രമല്ല ഉണർവുണ്ടാകണം, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് സ്ഥിരതയുണ്ടാകണം. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? നമ്മളെ അവിടെ നോട്ടിഫൈ ചെയ്യും. അപ്പോൾ അവർ പറയും, ഇന്ന ആളിനെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ വിചാരപ്പെടേണ്ട. അവനെ ആ കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് അവൻ ഭംഗിയായിട്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ചെയ്തു തരും. നമ്മുടെ ദൈവമക്കളുടെ ഒരു പ്രത്യേകത, ഒരു കാര്യം ഏൽപ്പിച്ചാൽ 100 പ്രാവശ്യം അവരുടെ പുറകെ നടക്കണം. അങ്ങനെ വരുമ്പോൾ പിന്നെ ആരും ഒരു കാര്യം ഏൽപ്പിക്കത്തില്ല. അങ്ങനെ ആകരുത്. നമ്മൾ സ്ഥിരതയോടെ, വേഗതയോടെ, ജ്ഞാനത്തോടുകൂടെ കാര്യങ്ങളെ ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് ആവശ്യമുള്ളവരായി മാറും. അവിടെയാണ് പറഞ്ഞത്, നിങ്ങൾ രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കും എന്ന് വെച്ചാൽ നിങ്ങളെ ജോലി ചെയ്യുന്നിടത്ത് നിങ്ങളെ ശ്രേഷ്ഠന്മാരുടെ മുമ്പിലേക്ക് ഈ പ്രത്യേക ഗുണം, അതായത് ഉത്സാഹം എന്ന് പറയുന്നത് നമ്മളെ അവിടേക്ക് എത്തിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാണ്? ചെയ്യുന്ന ജോലിയിൽ നമ്മൾ ഉത്സാഹമുള്ളവരായി തീരുക. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാൽ ജോസഫിനെ നോക്കി. ജോസഫ് പൊത്തിഫറിൻ്റെ ഭവനത്തിൽ ഉത്സാഹിയായിട്ടാണ് ജോലി ചെയ്ത്, കാരാഗ്രഹത്തിൽ ഉത്സാഹിയായിട്ടാണ് ജോലി ചെയ്ത്, പിന്നെ ഫറവോൻ്റെ കൊട്ടാരത്തിലും ഉത്സാഹിയായി ജോലി ചെയ്തു. അതുകൊണ്ട് എന്നാ പറഞ്ഞു? അവൻ്റെ ഉത്സാഹവും അവൻ്റെ ജ്ഞാനവും അവനെ രാജാവിൻ്റെ മുമ്പിൽ എത്തിച്ചു.
അതാണ് ഏറ്റവും നല്ല എക്സാമ്പിൾ. ജോസഫിൻ്റെ ഉത്സാഹവും ജോസഫിൻ്റെ ജ്ഞാനവും ജോസഫിനെ എവിടെ എത്തിച്ചു? രാജാവിൻ്റെ മുമ്പിൽ എത്തിച്ചു. ഈവൻ നമ്മൾ ദാനിയേലിൻ്റെ കാര്യം നോക്കിയാലും അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണോ? ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കണം. ശുശ്രൂഷിക്കുന്നവരാണോ? ഉത്സാഹത്തോടെ ശുശ്രൂഷിക്കണം. പഠിക്കുന്നവരാണോ? ഉത്സാഹത്തോടെ പഠിക്കണം. ജോലി ചെയ്യുന്നവരാണോ? ഉത്സാഹത്തോടെ ജോലി ചെയ്യണം. അവിടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. അതിനെന്നാ ചെയ്യേണ്ടത്? രാവിലെ എഴുന്നേറ്റ് കർത്താവിൻ്റെ കൂടെ ഇരിക്കണം. പറയണം, കർത്താവെ എനിക്ക് ഉത്സാഹം തരണം, ഏറ്റവും ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കർത്താവ് എനിക്ക് കൃപ തരണം. കർത്താവെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ എനിക്ക് ഉയർച്ച പ്രാപിപ്പാൻ അങ്ങനെ സഹായിക്കണം. അതിന് പരിശുദ്ധാത്മാവിനാൽ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ട് അന്ന് നിങ്ങൾ ചെയ്യുവാനുള്ള കാര്യങ്ങൾ പ്ലാൻ ആൻഡ് പ്രയോറിറ്റൈസ്. ഒരു കാരണവശാലും ഒരു മിനിറ്റ് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. പ്ലാൻ ചെയ്യണം, പ്രയോറിറ്റൈസ് ചെയ്യണം. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നതിനകത്ത് ഫോക്കസ് ചെയ്യണം. അത് മറ്റു കാര്യങ്ങളിലേക്ക് മനസ്സ് മാറിപ്പോകാതെ എല്ലാം ഫോക്കസ് ചെയ്ത് ചെയ്യണം. പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഞാൻ കർത്താവിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന ബോധ്യത്തോടു കൂടെ ചെയ്യണം. പിന്നെ ചെറുതാണെങ്കിലും ഏത് കാര്യവും കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ഒന്ന് തുടങ്ങി പിന്നെ നിർത്തി, ഒന്ന് തുടങ്ങി പിന്നെ നിർത്തി, അങ്ങനെ വരുമ്പോൾ നമ്മൾ പരാജയപ്പെട്ടു. കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം. അതുപോലെ അവിടെ എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിൽക്കാമെങ്കിൽ നിങ്ങൾ ചെയ്യുന്നിടത്ത് ദൈവം തരുന്ന ആലോചനകളെ നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങും. സ്റ്റേ സ്പിരിച്വലി സെൻസിറ്റീവ്. അതായത് പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ഗൈഡൻസ് നിങ്ങൾ ജോലി ചെയ്യുമ്പോഴും നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ചെയ്യാമെങ്കിൽ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ജയാളികളായി തീരാൻ ചെയ്യും. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളാരും താഴ്ചയല്ല പ്രാപിക്കേണ്ടത്, നിങ്ങളെല്ലാം ഉയർച്ച പ്രാപിക്കും. നിങ്ങൾ എവിടെയാണോ അവിടെ നിങ്ങൾ ഉയരണം. നിങ്ങൾ ഏത് സ്ഥാപനത്തിലാണോ അവിടെ നിങ്ങൾ ടോപ്പിലെത്തണം. അത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം. നീ വാലല്ല തല തന്നെ ആകൂ എന്നല്ലേ പറഞ്ഞ്. അപ്പോൾ അതിന് ഉത്സാഹം ആവശ്യമാണ്. ഉത്സാഹം എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനം എന്നല്ല അതിൻ്റെ അർത്ഥം. ജ്ഞാനത്തോടെ ദൈവകൃപയിൽ നിന്നുകൊണ്ട് ഫോക്കസ് ചെയ്ത് ഏറ്റവും ഭംഗിയായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് പ്രവർത്തിക്കുന്നതിനെയാണ് ഉത്സാഹം എന്ന് പറയുന്നത്. അത് കർത്താവ് നിങ്ങൾക്ക് തരും. നിങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ മതി കേട്ടോ. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കും. കർത്താവേ, ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരും ഉത്സാഹികളായി തീരട്ടെ. അങ്ങ് ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഉത്സാഹം ഇവർക്കുണ്ടാകട്ടെ. അങ്ങനെ ഇവർ ആയിരിക്കുന്നിടത്ത് വാലല്ല, ഇവർ തല തന്നെയായി തീരട്ടെ. ഈ മന്ത് ഓഫ് അവൈക്കനിങ്ങിൽ ഇവരെല്ലാം കർത്താവെ അവരുടെ ജോലിയിൽ ബിസിനസ്സിൽ ഒന്ന് അവൈക്കൻ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.